അമ്പാടി എന്റെ ജീവിതത്തിലുണ്ടച്ച. ഇതുപോലെ നല്ലൊരു ചെറുപ്പക്കാരനെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദൈവത്തെ പോലെയാ പലപ്പോഴും മുൻപിലേക്ക് വരുന്നത്. ഞാൻ പുറത്തേക്കിറങ്ങിയ പിന്നാലെ ഉണ്ടാവും. അങ്ങനെ വരുന്ന ഒരാളെ ഒരിക്കലും അവഗണിക്കരുത്. അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അനുകൂലമായി പ്രതികരിക്കുന്നതും നല്ലതാ. വേണ്ട വേണ്ട, ഇവള് പറയുന്നത് കേട്ടിട്ട് ഇനി അച്ഛനും തുടങ്ങണ്ട. ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒന്നുമില്ല, നല്ല സൗഹൃദം മാത്രമാ. ഞാനൊന്ന് അമ്മയെ കാണട്ടെ. എന്നെ ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് അച്ഛൻ കുറച്ചു കഴിഞ്ഞു വന്നാ മതി. അത്രയും സമയം അമ്മയും മോളും തനിച്ചിരുന്നോട്ടെ. അത് മോള് പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും. മോള് വാ. മോളെത്തിയോ? നല്ല ക്ഷീണമുണ്ടല്ലോ അമ്മേ. സാരമില്ല. അയ്യോ, നല്ല ചൂടുണ്ട്. തലവേദനയുണ്ടോ അമ്മേ? കുറച്ച്. ഞാൻ തുണി നനച്ചിടാം. വേണ്ട, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. മോൾക്കിന്ന് പോണ്ടേ? ലീവ് എടുത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അമ്മയുടെ അരികിലിരിക്കാൻ കിട്ടുന്ന അവസരമല്ലേ, അത് ഞാനായിട്ട് എന്തിനാ പാഴാക്കുന്നത്? ലീവ് എടുത്താലും ഞാൻ കുട്ടികളുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്യും. ക്ലാസ്സിൽ കയറുന്നവരൊക്കെ സാമാന്യം തരക്കേടില്ലാത്ത മാർക്കും വാങ്ങും. അപർണമോള് പറഞ്ഞിട്ടുണ്ട് അലീനയുടെ ക്ലാസ്സിൽ കയറിയ പിന്നെ ട്യൂഷന് പോണ്ടാന്ന്. അവളുടെ കുറെ ക്ലാസ് ഞാനാ കളഞ്ഞത്. അതിന് പരിഹാരം കാണണം. 95% മാർക്ക് ഞാൻ ഓഫർ ചെയ്യാ. ഞാനേ അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട മോളെ. വേണം. പൊടിയരി കഞ്ഞി കുടിച്ചാ തളർച്ചയൊക്കെ മാറും. മഹാദേവനായിരുന്നോ? അമ്പാടിക്ക് ചെറിയ പരിക്ക് പറ്റിയെന്നറിഞ്ഞു. ഒന്ന് കാണാൻ വന്നതാ. വാ. ഒന്നും പറയണ്ട മഹാദേവ, എല്ലാത്തിലും ചെന്ന് തലയിടും. ഇന്നലെ അതുപോലെ ആരെയൊക്കെയോ തല്ലിയതാ. അതിന്റെ ഇടയ്ക്ക് കുത്തും കിട്ടി. എങ്ങനെയുണ്ടിപ്പോ? കുഴപ്പമൊന്നുമില്ല. കത്തി കൊണ്ട് കുറച്ച് ബ്ലഡ് പോയി. അല്ലെങ്കിൽ തന്നെ 3 മാസത്തിലൊരിക്കൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അത് ഈ മാസം കൊടുത്തില്ല. അതങ്ങ് പോയിന്ന് കരുതാം. അല്ല, എങ്ങനെയുണ്ട് ആന്റിക്ക്? കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മഹാദേവൻ സാറിന്റെ വൈഫ് നീരജ ആന്റിയെ അപമാനിച്ചപ്പോഴാ അലീന ടീച്ചർ വയലന്റ് ആയത്. അത് കണ്ടുവന്ന ഞാൻ അവന്മാരെ തല്ലി. ഓ, നീരജയായിരുന്നു അപമാനിച്ചത്? ഒരു സ്ത്രീയെ പൊതുനിരത്തിൽ വെച്ച് ആക്ഷേപിച്ചെന്നേ ഇവൻ പറഞ്ഞുള്ളൂ. അതാരാണെന്ന് പറഞ്ഞില്ല. രക്തം കണ്ടു കഴിഞ്ഞാൽ ദേഹം തളരും. അതാ നീരജയുടെ സ്വഭാവം. അമ്പാടിയുടെ കയ്യിൽ നിന്ന് രക്തം പറന്നു പോയപ്പോ അയാള് വീണു. ഓ, എന്നാ പിന്നെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. സാധാരണ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാ ഇവൻ പലപ്പോഴും തല്ലുകൂടാൻ പോകുന്നത്. അങ്ങനെ തല്ല് കൂടിയിട്ടുണ്ടെങ്കിൽ തല്ല് കൊണ്ടവർ അതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓ, ശരി ശരി. ഇനിയെങ്കിലും കുറച്ചു ദിവസം കുത്തുകൊണ്ടതുകൊണ്ട് ഇതിനകത്തിരിക്കുമല്ലോ. സമയം ഉച്ചയായി.
ഇനിയിപ്പൊ മഹാദേവൻ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ആയിക്കോട്ടെ. ആ. ആ അങ്ങളെ, ഞാൻ ടീച്ചറിന്റെ ബോഡി ഗാർഡായി നടക്കുന്ന വിവരം ടീച്ചറിനോട് പറയാൻ പറ്റുക ചെയ്തോ? ഏയ് ഇല്ല. അല്ല, ഇങ്ങനെ ബോഡി ഗാർഡായി നടക്കാതെ ഒന്നിച്ചു നടന്നൂടെ? അധികാരത്തോടെ അലീനെ സംരക്ഷിച്ചൂടെ? എടോ, ഒരു വിവാഹത്തെ പറ്റിയാ ഞാൻ ചോദിച്ചത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. പിന്നെ അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ? നിങ്ങൾ രണ്ടാളും ഏകദേശം ഒരേ സ്വഭാവക്കാരാ. അതുകൊണ്ട് അങ്ങ് ഒന്നിപ്പിച്ചാലോ എന്ന് എനിക്ക് തോന്നി. തൽക്കാലം വേണ്ടങ്ങളെ, ആ സംസാരത്തിലോട്ട് നമുക്ക് കടക്കണ്ട. അങ്ങള് വാ. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ രണ്ടാളും തമ്മിൽ ഇഷ്ടമുണ്ടായിട്ട് അത് തുറന്നു പറയാൻ നടക്കുകയാണെങ്കിൽ അതിനൊരു അവസരം തന്നതാ. അമ്പാടി പച്ചക്കൊടി കാട്ടിയ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വേണ്ട അങ്ങളെ, ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. ദേവിയത് ടീച്ചറിനോട് നമ്മളിങ്ങനെ സംസാരിച്ച കാര്യം പറയരുത്. ഏയ്, ഒരിക്കലുമില്ല. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. വിവാഹം എന്ന് പറയുന്നത് ഒരു നിമിത്തമാണ്. അതിനുള്ള സമയമാവുമ്പോ നമ്മളുമായി കൂടിച്ചേരേണ്ട ആളെ കണ്ടുമുട്ടും. അവരായിരിക്കും പിന്നെ നമ്മുടെ ജീവിത പങ്കാളി. എന്താ ഉണ്ടാക്കുന്നേ? മുത്തശ്ശി വന്നോ? അമ്മയ്ക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് അവൾക്ക്? കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അമ്മയ്ക്കരികിൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹം നടക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി ഓരോരോ സാഹചര്യങ്ങൾ ഒത്തുവരുന്നുമുണ്ട്. അതാ ആശ്വാസം. അപർണയും അച്ഛനും അതിനുവേണ്ടി മാറി നിൽക്കുക. ഇനി സാവകാശം അമ്മ മകളെ തിരിച്ചറിയും, ആരും പറയാതെ തന്നെ. സ്വന്തം മോൾ അടുത്തേക്ക് വരുമ്പോ ഒരമ്മയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങള് നീരജയിലും ഉണ്ടാവും. ഒന്നും വേണ്ട മുത്തശ്ശി, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരികിലൊന്നിരുന്നാ മതി. ഞാനിവിടേക്ക് വരുമ്പോ എന്നെ കാണാൻ അനുവദിച്ചാ മതി. ആ ഘട്ടമൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഇനി ഇവിടേക്ക് വരാൻ മോൾക്ക് എന്താ പ്രയാസം? ഇനി അമ്മയും മോളും ഒന്നിച്ചൊരു നോവൽ എഴുതണം. അതൊരു വലിയ ഹിറ്റായിരിക്കും. എഴുത്തിനോടൊന്നും അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാ ഞാൻ അതേപ്പറ്റി അമ്മയോടൊന്നും ചർച്ച ചെയ്യാത്തത്. എങ്കിലും അമ്മ തന്ന നോവല് ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുക. ഹൃദയം, അതിടയ്ക്കിടയ്ക്ക് ഞാൻ വായിക്കുന്നുമുണ്ട്. അതിലെ കേന്ദ്ര കഥാപാത്രം എന്റെ മുത്തച്ഛനാ. ഞാനത് ഒരിക്കലേ വായിച്ചിട്ടുള്ളൂ. പിന്നെ അത് നോക്കാനുള്ള ശക്തി ഉണ്ടായിട്ടില്ല. ഭാസ്കരേട്ടൻ രക്തസാക്ഷിയായ ദിവസമാ എന്റെയും മോളുടെയും ജീവിതത്തിലെ കരിദിനം. ഞാനിത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. മതി. മോനിക്ക് തോരൻ തരട്ടെ? ലേശം കഴിക്കു മോനെ, കഴിക്ക്. നല്ല തോരനാ, കഴിക്കങ്ങോട്ട്. ചേച്ചിക്ക്? എനിക്ക് വേണ്ട. ആ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒരുക്കായിരുന്നു. ഇത് തന്നെ ധാരാളം. മഹാദേവൻ അറിയാലോ, അടുക്കളപ്പണി എനിക്കൊരു ഭാരമേ അല്ല. ആരെങ്കിലും ഇവിടെ വരണമെന്നും അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെന്നും ആഗ്രഹം. കഴിക്കാൻ ആളില്ല. അതാ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഒരു പെങ്കൊച്ചു വന്നാലെങ്കിലും ഇവൻ സമയാസമയത്ത് വീട്ടിൽ വന്നേനെ. പോക്ക് കണ്ടിട്ട് ഉടനെ ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഇയാളും ടോണിയും ഒക്കെ പറയുന്നുണ്ട്. ആളിന്റെ പേര് അമ്മയുടെ ആയിലുണ്ട്, ലോറിയുടെ ലായിലുണ്ട്, നായയുടെ നായിലുണ്ട്. ഏത് നേരം ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. ശങ്കരേട്ടൻ പറഞ്ഞാല് എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്.
അമ്മയെ സ്നേഹിക്കുന്ന ആൺമക്കള് മറ്റു പ്രാരാബ്ദങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു മരുമകളെ കൂട്ടിന് തരും. കയറി വരുന്ന പെൺകുട്ടികള് അമ്മായിയമ്മമാർക്ക് കൂട്ടിരിക്കാനല്ല വരുന്നത്. നല്ല കുടുംബത്തിൽ നല്ല വരുന്നെങ്കിൽ അമ്മ അവർക്ക് വെച്ച് വിളമ്പേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നീ ഒരു ഭാര്യയുമായിട്ട് ജീവിക്കുന്നത് കണ്ടാ മതി എനിക്ക്. വീടും വീട്ടിലുള്ളവരെ നോക്കുന്ന പെൺകുട്ടികളും നമുക്കിടയിൽ ഉണ്ടാമ്പാടി. ആണിലും പെണ്ണിലും നല്ലതുണ്ട്, മോശവും ഉണ്ട്. അവരവരുടെ ജാതകത്തിനനുസരിച്ച് ഓരോന്ന് സംഭവിക്കുകയും ചെയ്യും എന്ന് കരുതി പെണ്ണ് കെട്ടാതെ നടക്കുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങളെ, എനിക്ക് 27 ആയിട്ടുള്ളൂ. ഒരു 2 വർഷം കൂടി എനിക്ക് സ്വസ്ഥത തന്നൂടെ? അതിനുള്ളില് കാക്കിയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് സെറ്റാവും. കാക്കി ഇടാഞ്ഞിട്ട് കാടന്മാരെ പോലെ ചില നേരത്തെ പെരുമാറ്റം. അതോടെ ശരീരത്തിൽ കയറിയ ശത്രുക്കളുടെ എണ്ണം പെരുകും. അതുകൊണ്ടാ അതിനു മുൻപ് ഒരു പെൺകുട്ടി ഇവന്റെ ജീവിതത്തിൽ വേണോന്ന് ഞാൻ പറഞ്ഞത്. കേട്ടോ അങ്കിളെ, ആരിപ്പോ ഇവിടെ വന്നാലും പോയാലും ഈ ഒരൊറ്റ കാര്യം മാത്രമേ അമ്മ സംസാരിക്കൂ. ഞാൻ ഇതിനകത്ത് നിന്നാലും അതാ അവസ്ഥ. ഇന്ന് ഞാൻ കല്യാണം കഴിച്ച അമ്മയ്ക്ക് അത്രയും സന്തോഷം. ഇങ്ങനെ തിടുക്കം കാട്ടി മരുമോളെ കൊണ്ടുവന്നിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് പറയുന്ന അമ്മായിയമ്മമാരും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. മാനസിക സംഘർഷം അനുഭവിക്കുന്ന ചില നായകന്മാരെ അങ്ങൾ സിനിമയിൽ കണ്ടിട്ടില്ലേ? അങ്ങനെയാ ഇപ്പൊ മിക്ക വീട്ടിലെയും എന്നെ പോലെയുള്ള ചെറുപ്പക്കാരുടെ അവസ്ഥ. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ കിടന്ന് നട്ടം തിരിയുക, വീർപ്പ് മുട്ടുക പലരും. അവസാനം അമ്മമാരങ്ങ് കീഴടങ്ങും. നീ അവളുമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോന്ന് അമ്മമാര് പറയും. എന്നെപ്പോലെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മോന് അതിന് പറ്റുമോ? ഇങ്ങനെ അല്ലാത്തവരും നമ്മുടെ നാട്ടിലുണ്ട്. അതെ അതെ, ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന പെൺകുട്ടികള് അല്ലേ ശങ്കരേട്ടാ? പിന്നല്ലാതെ. തൽക്കാലം ഒരു പരീക്ഷണത്തിന് ഞാനില്ല. എപ്പോഴും പറയുന്നതേ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. ആദ്യം കാക്കി, പിന്നെ കല്യാണം. അതും അമ്മയ്ക്കൊപ്പം ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ. ഇനിയും എന്തെങ്കിലും പറയൂന്ന് കരുതിയിട്ടാ പോകുന്നത്. സാരമില്ലേച്ചി, അവന് വേണ്ട പെൺകുട്ടിയെ അവൻ തന്നെ കണ്ടെത്തിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുവാൻ ഏകദേശം ഉറപ്പാ. ഈ വീട്ടിലെ 90% പ്രശ്നങ്ങൾക്കും കാരണം ഈ കിളവനാ. പെണ്ണും കെട്ടിയിട്ടില്ല, പെണ്ണ് കെട്ടാത്തവരെ ജീവിക്കാനും സമ്മതിക്കത്തില്ല. അമ്മയുടെ ആയില്, ലോറിയുടെ ലായില്, നായുടെ നായില്. എന്താ? അല്ല, ഈ നായ്ക്കളുടെ വാല് 12 കാലം കുഴലിട്ടാലും വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞതാ. കഴിക്കും കുറച്ചുകൂടെ തോന്നിക്കട്ടെ. മതി മതി. അമ്മേ, എഴുന്നേക്ക്, കഞ്ഞി കുടിക്കാം. എനിക്കൊന്നും വേണ്ട മോളെ. അങ്ങനെ പറയരുത്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. വാ, എഴുന്നേക്ക്. ഞാൻ കുടിച്ചോളാം. സ്പൂൺ കൊണ്ടല്ലേ? ഞാൻ കോരിത്തരാം. കുറച്ചു ദിവസം മുമ്പ് വരെ എനിക്ക് അലീനയോട് ശത്രുതയുണ്ടായിരുന്നു. അലീന നാട് വിട്ടു പോണോന്ന് പോലും ഞാൻ ആഗ്രഹിച്ചതാ, പ്രാർത്ഥിച്ചതാ. എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? ഞാൻ അമ്മയായി കാണുന്നതുകൊണ്ട് തന്നെയാ. എന്നോട് ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു ദേഷ്യമില്ലേ? ഒട്ടുമില്ല. അമ്മയുടെ ഈ സ്നേഹം എന്നും നിലനിൽക്കണേ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അമ്മ വന്നല്ലോ.
വന്നായിരുന്നോ? വന്നിട്ട് കുറച്ചു സമയമായി. നീ നല്ല ഉറക്കമായിരുന്നു. നോക്കമ്മേ, കീരിയും പമ്പും പോലെ കഴിഞ്ഞിരുന്നവരാ ഇപ്പതേ കഞ്ഞി ഉണ്ടാക്കി കൊച്ചുകുട്ടികളെ കുടിപ്പിക്കും പോലെ കുടിപ്പിക്കുക. മോൾക്ക് എന്തെങ്കിലും ആവശ്യത വരുമ്പോഴും നീ ഇങ്ങനെ വേണം ചെയ്യാൻ. എനിക്കൊരാളോട് സ്നേഹം തോന്നി തുടങ്ങിയ പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കടമ ചെയ്തിരിക്കും. കുടിക്ക്. മതി മോളെ, ഇത്തിരിയേ കുടിച്ചോളൂ, പോരാ. മോള് പെട്ടെന്നുണ്ടാക്കിയതല്ലേ നിനക്ക് വേണ്ടി. അതുകൊണ്ട് മോളെ നിരാശപ്പെടുത്താതെ കുടിക്കങ്ങോട്ട്. മഹിയേട്ടൻ ഇന്ന് പോകേണ്ടതല്ലോ, പിന്നെന്താ പുറത്തേക്ക് പോയത്? എനിക്കിങ്ങനൊരു അവശത വന്നാ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാറാ പതിവ്. ഇന്ന് എന്തു പറ്റിയാവോ? അലീനമോൾ ഉള്ളതുകൊണ്ടാ ആത്മവിശ്വാസത്തോടെ മാഹി അപർണയും പോയത്. അവർക്കറിയാം അവര് നോക്കുന്നത് പോലെ മോള് നിന്നെ നോക്കുമെന്ന്. മുമ്പ് ഞങ്ങൾ അയൽക്കാരായിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദ്രൗപദി ചേച്ചിയുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുമായിരുന്നു. തിരിച്ചും ഞങ്ങൾ അമ്മമാർ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. ഏതായാലും അമ്മയും കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് വാ. അന്ന് ഫുൾ ഡേ അവിടെ നിന്നിട്ട് പോയാൽ മതി. പിന്നെ ഞങ്ങളുടെ വീടിന്റെ വരാന്തയിൽ നിന്ന് നോക്കിയാ ഒരാളെ കാണാം, അലീനെ. അല്ല, ഞാനിപ്പോ എന്നും കാണുന്നുണ്ടല്ലോ. പിന്നെ അവിടെ വന്ന് വരാന്തയിൽ നിന്ന് നോക്കണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ അങ്കിളെ, അമ്മയോട് സംസാരിച്ചപ്പോ മനസ്സിലായല്ലോ, അമ്മയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം ഒരു മരുമകളാ. അമ്മാവന്റെ മകള് സമുദ്രയെ കെട്ടണമെന്നും പറഞ്ഞ് കുറെ നാള് പുറകെ നടന്നു. അതിന് ഞാൻ സമ്മതം മൂളാത്തോണ്ട് ഇപ്പൊ ആരെങ്കിലും എന്റെ മനസ്സിലുണ്ടോ എന്ന് ചികഞ്ഞോണ്ട് നടക്കുക. ഞാൻ പിന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഈ കുടുംബത്തെ എനിക്കറിയാം, പ്രത്യേകിച്ച് ദ്രൗപദി ചേച്ചി. വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന പെൺകുട്ടി അലീന, ചേച്ചിക്കൊത്ത മരുമോള്. അങ്ങനെയുള്ളപ്പോ കാര്യങ്ങൾ തുറന്നു പറയുന്നതല്ലേ ശരി. ആദ്യം SI ആയി ചാർജ് എടുക്കണം, പിന്നീട് ആ യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ഒന്ന് ആസ്വദിക്കണം. അത് കഴിഞ്ഞിട്ടേ കല്യാണം കഴിഞ്ഞ് തളയ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടാളും സിവിൽ സർവീസ് എഴുതേണ്ടതായിരുന്നു. അലീന IAS എടുത്ത് കളക്ടർ ആവണം, അമ്പാടി IPS എടുത്ത് ഒരു ജില്ലാ പോലീസ് മേധാവി. അതാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും യോജിച്ചത്. പക്ഷേ അങ്ങനെ വന്നാലേ പലരുടെ ഉറക്കം പോവും. എന്റെ മകളാണോ അലീനയെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. എന്റെ അപർണമോളെ പോലെ തന്നെയാ ഞാൻ അവളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ആയുസ് നീട്ടിക്കിട്ടണമെന്ന്. മനസ്സിലായല്ലോ? ചുറ്റിനും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ, അവരൊക്കെ പ്രബലരുമാണ്. എന്താ അതിന് കാരണം? അതേപ്പറ്റി ചോദിച്ചിട്ട് ടീച്ചർ ഒന്നും പറയുന്നുമില്ല. എപ്പോഴെങ്കിലും അലീന അത് പറയും. അമ്പാടിയോട് പറയേണ്ടി വരും. ഞാനായിട്ട് അലീനയുടെ കഴിഞ്ഞ കാലം അമ്പാടിയോട് വെളിപ്പെടുത്തുന്നില്ല. ഒന്നു മാത്രം ഉറച്ചു വിശ്വസിക്കാം, ആരെയും ചതിക്കാത്ത, മനഃപൂർവ്വം ദ്രോഹിക്കാത്ത ഒരു പെൺകുട്ടി അലീന. ഒരേ സമയം തീക്ഷ്ണതയിൽ സ്നേഹവും ആർദ്രതയുമുള്ള പെൺകുട്ടി. ആഹാരമൊക്കെ കഴിച്ചതല്ലേ, നല്ല പച്ച മോര. ഇത് തരാൻ മറന്നുപോയി, കുടിക്കേ. കുറെ നാളായി ഇങ്ങനെ ഓവറായ ആഹാരം കഴിച്ചിട്ട്. നമ്മുടെ നാട്ടിലെ രുചി കിട്ടിയപ്പോ പതിവിലും കൂടുതൽ കഴിച്ചതാ. എന്നാ ഇനി ഇറങ്ങട്ടെ. ശരി. മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് അമ്മയും കൂട്ടി അങ്ങോട്ട് വരണമെന്ന്. ഞാൻ എപ്പോ വേണമെങ്കിലും വരാൻ തയ്യാറാ.
പക്ഷേ അതിനൊന്നും സമയമില്ലാത്ത ആളായിപ്പോയി എന്റെ മോൻ. ഇനി സമയം കണ്ടെത്തിക്കോളും. അമ്പാടിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആ പരിസരത്തുണ്ട്. എന്നാ പിന്നെ പോയിട്ട് വരാം. ആരാടാ നിനക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആ പരിസരത്ത്? 1-2 കൂട്ടുകാരുണ്ട്. മഹാദേവന്റെ പറച്ചിൽ കേട്ടിട്ട് കൂട്ടുകാരികളാണെന്നാണല്ലോ തോന്നുന്നത്. ആ, അമ്മയ്ക്ക് അങ്ങനെ തോന്നും. മോനെ വിശ്വാസമില്ലല്ലോ. ഓ, വിശ്വസിക്കാൻ കൊള്ളാത്ത മക്കളെ അമ്മമാരെങ്ങനെയാടാ കണ്ണു അടച്ച് വിശ്വസിക്കുന്നത്? രവി ചേച്ചി, ഓക്കെ ഓക്കെ. എങ്ങനെയെങ്കിലും നീ ഏതെങ്കിലും മേനകമാരെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ആ, അങ്ങനെ ഒരു മേനകയെ ഇതുവരെ കണ്ടില്ലമ്മേ. ആവണിശ്ശേരിയിലെ ദ്രൗപദി അമ്മയ്ക്ക് പറ്റിയൊരു മരുമോളെ. ചുമ്മാതാ നോണയാ. ഇപ്പൊ ഇവിടുന്ന് വരാലിനെ പോലെ ചാടുന്നത് ഒരു പെൺകുട്ടിയെ കാണാനാ. എനിക്കെന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇപ്പൊ ചേച്ചിയല്ലയോ പെണ്ണ് കെട്ടടാന്നും പറഞ്ഞ് പിന്നാലെ നടക്കുന്നത്. ഇനി മോൻ തന്നെ പറയൂ അമ്മയോട്, അമ്മേ എനിക്ക് വേണ്ട പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, കെട്ടിച്ചതാന്ന്. സംശയിക്കണ്ട, വിശ്വാമിത്രന്റെ തപസ് മേനക ഇളക്കി കഴിഞ്ഞു. ഋഷിസിംഗന്റെ തപസ്സേ അവസാനിച്ചു കഴിഞ്ഞു. എങ്കിലും അവൾക്ക് ഞാൻ പൂച്ചെണ്ട് കൊടുക്കും. എത്ര വേണമെന്ന് പറഞ്ഞാ മതി, ഞാൻ മേടിച്ചോണ്ട് വരാം. അല്ല, അതേതായാലും കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും എന്നെ അലട്ടുന്നത് എന്റെ സമുദ്രമോളാ.